വരാനിരിക്കുന്ന കർക്കിടക മാസം നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ, വിഷമങ്ങൾ, നിഷ്കൃതിയും അസ്വസ്ഥതയും ഉണ്ടാകുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. പൂർവസ്വരൂപികളായ ആചാര്യന്മാർ നൽകിയതാണ് രാമായണ പാരായണം. ഇപ്പം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മുതലെയുള്ള ആചാര്യ പൗരാണികർ കൽപ്പിച്ചിട്ടുള്ളതാണ് ഈ രാമായണ പാരായണം. ഈ രാമായണം കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുന്നതിൻ്റെ മഹത്വം നമ്മളിലുള്ള അന്ധകാരത്തെ, ഇരുട്ടിനെ അകറ്റി നമുക്ക് ഐശ്വര്യം, ശ്രേയസ്സും പ്രദാനം ചെയ്യുന്നു. വിരാടസ്തുതി, രാമായണത്തിലെ വിരാടസ്തുതി പാരായണം ചെയ്താൽ, അതായത് മനഃശുദ്ധിയോടുകൂടി മനസ്സിലെ നിഷ്കളങ്കമായ ഒരു സന്തോഷത്തോടും സമാധാനത്തോടും മനഃശുദ്ധിയോടും കൂടി ഈ വിരാടസ്തുതി പാരായണം ചെയ്ത് നോക്കൂ. നമ്മൾ എന്താഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ, സൽക്കാര്യങ്ങൾക്ക് സാധ്യമാകും ഉറപ്പായിട്ടും. അടുത്ത കർക്കിടക മാസം വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ കർക്കിടകത്ത് ചെയ്യുന്ന പുണ്യഫലം നമുക്ക് കിട്ടും. അതിൻ്റെ രീതി കൂടെ കർമ്മങ്ങൾ ചെയ്താൽ മാത്രം. നമുക്ക് തത്വമസി എന്ന വാക്യാർത്ഥത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഞാനാണ് നീ, നമ്മളാണ് മറ്റെല്ലാ ജീവജാലങ്ങളും, എല്ലാവരിലും ഒരേ ഒരു ശക്തിയാണ് എന്നുള്ള ബോധത്തോടു കൂടി രാമായണം പാരായണം ചെയ്താൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സാധ്യമാകും. അതുപോലെ ആദിത്യഹൃദയം, രാമായണത്തിലെ ആദിത്യഹൃദയം പാരായണം ചെയ്ത് നോക്കൂ. നമ്മളിലുള്ള ശത്രുദോഷം അകലും. ശത്രുദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വരുന്ന ആപത്തുകൾ, നമ്മളുടെ കഷ്ടനഷ്ടങ്ങൾ, ഇതെല്ലാം ഏത് വഴിക്കൂടൊക്കെ വരുന്നു, ഇതിനെയെല്ലാം മാറ്റി നമുക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യും. തീർച്ചയായിട്ടും അതുപോലെ രാമായണത്തിലെ സുന്ദരകാന്ഡം അതിമനോഹരമാണ് പാരായണം ചെയ്യുക. പറയും പോലെ ദിവസവും നമ്മൾ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്ത് നമ്മൾ മനഃശുദ്ധിയോടും കുളിച്ച് നല്ല വ്രതശുദ്ധിയോടും നല്ലൊരു ഐശ്വര്യത്തോടും കൂടി നിലവിളക്ക് കത്തിച്ച് വെച്ച് ഒരു പക്ഷേയെങ്കിൽ എണ്ണയൊഴിച്ചൊരു തിരി കൊടുത്താനുള്ള മാർഗമേ ഉണ്ടാകൂ എങ്കിൽ പോലും ഭഗവാനെ സ്വീകരിച്ചിരിക്കും. ഒരു തുളസിയില ഭഗവാന്റെ നിലവിളക്കിന് മുമ്പിൽ സമർപ്പിച്ച് പാരായണം ചെയ്താലും അത്യധികം സന്തുഷ്ട പാരായണമാണ് ഭഗവാൻ കേൾക്കുന്നത്. കാരണം തന്നാലായതുപോലെ പാലം ചെയ്തു കൊള്ളുക എന്നാണ്. നമുക്ക് കർക്കിടക മാസത്തിലെ ഇരുട്ടിനെ, ആ തമസിനെ എടുത്തു കളയണം. അതിനായിട്ട് നമ്മൾ രാമായണ പാരായണം ചെയ്യുന്നത് മുഖ്യമായിട്ടും. അപ്പോൾ ആ സുന്ദരകാന്ഡം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ സർവകാര്യസിദ്ധി ഫലമാണ് ലഭിക്കുന്നത്. ഏതൊരു കാര്യത്തിനും ഫലമുണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. പിന്നെ ബാലകാന്ഡം, രാമായണത്തിലെ ബാലകാന്ഡം പാരായണം ചെയ്ത് നോക്കൂ. വിവാഹം, ദാമ്പത്യ സൗഖ്യം. ദാമ്പത്യം ഉണ്ടായാലും അതിന് സൗഖ്യമില്ലെങ്കിൽ ആ ദാമ്പത്യം കൊണ്ട് ഫലമില്ല. അപ്പോൾ വരുന്ന കഷ്ടനഷ്ടങ്ങളെ മാറ്റി ആ ദാമ്പത്യത്തിൽ സൗഖ്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യും. അതുപോലെ വിവാഹം, സന്താനഭാഗ്യം, ഇതെല്ലാം ബാലകാന്ഡം പാരായണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പിന്നെ വിഭീഷണ ശരണഗതി പാരായണം ചെയ്യും. ആപത്തൊഴിക്കും. നമുക്ക് വരുന്ന ആപത്തിനെ കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ച ആപത്തിനെ കൊണ്ട് തള്ളി കടലിലെറിയും പോലെ നമ്മുടെ ആപത്തിനെ തട്ടിമാറ്റും. തീർച്ചയായിട്ടും പരമഭക്തിയോടുകൂടി പാരായണം ചെയ്താൽ നിങ്ങളുടെ കഷ്ടതകളെയും നഷ്ടങ്ങളെയും ആപത്തുകളെയും എല്ലാം മാറ്റും. അതേപോലെ യുദ്ധകാന്ഡം പാരായണം ചെയ്താൽ നമുക്കുള്ള മാറാരോഗങ്ങൾ മാറും. ഏത് അസുഖത്തെ, ഈ അസുഖം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് വരുന്ന പനി, ചുമ, തലവേദന, അല്ലെങ്കിൽ അൾസർ, അല്ലെങ്കിൽ ക്യാൻസർ, അല്ലെങ്കിൽ എന്ത് രോഗമായിക്കോട്ടെ, ഇതിനെക്കാട്ടിൽ വലിയ രോഗം നമ്മുടെ ഉള്ളിലുള്ള അഴുക്ക്, തമസ്. ഇതാണ് ഏറ്റവും വലിയ രോഗം. നമ്മൾ കാണുന്ന ഏറ്റവും വലിയ രോഗം നമ്മളുടെ ഉള്ളിൻ്റെ തമസ്സാണ്, ഇരുട്ടാണ്. നമ്മളുടെ അജ്ഞാനത്തെ തുടച്ചു മാറ്റി ജ്ഞാനം തെളിയിച്ചുകൊണ്ട് യുദ്ധകാന്ഡം പാരായണം ചെയ്യും. നമ്മളുടെ സർവ്വ അസുഖങ്ങൾ, രോഗങ്ങൾ സർവ്വതും മാറിക്കിട്ടും.
അപ്പോൾ ഈ രാമായണ മാസം നമുക്കൊന്നിച്ച് നല്ല ശുദ്ധവൃത്തിയോടുകൂടി നമ്മൾ ഗ്രഹശുദ്ധി പഞ്ചശുദ്ധി ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പാരായണം ചെയ്യുക. അടുത്ത കർക്കിടക മാസത്തിനകമായിട്ട് നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സാധ്യമാകും.